ഹായ് ഫ്രണ്ട്സ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിലെ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ASM എക്സാമിലെ ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. WFB TGD QHG ആണെങ്കിൽ അടുത്ത വരുന്ന ടേം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിനകത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ അറിയേണ്ടതെന്ന് വെച്ചാൽ ഓരോ ലെറ്റേഴ്സിൻ്റെയും പൊസിഷൻ കറക്റ്റ് അറിയണം. അതായത് എഫ് എന്ന് പറയുന്നത് 6ാമത്തെ പൊസിഷൻ ആണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ ഓൾറെഡി ചില ആൾക്കാർ ആദ്യം മുതൽ എഴുതി വെക്കാറുണ്ട്. അത് നോക്കി എഴുതിയാലും മതി, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് പൊസിഷൻ എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 23ാമത്തെ പൊസിഷനാണ് W, F എന്ന് പറഞ്ഞ 6ാമത്തെ പൊസിഷൻ, B എന്ന് പറഞ്ഞ 2ാമത്തെ പൊസിഷൻ, അങ്ങനെ ഇത്ര എഴുതി വെച്ചു. ഇനി ചെക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കേസിലെ ഫസ്റ്റിലത്തതും ദെൻ ഇവിടുത്തെ ഈ 3ാമത്തെ കേസിൽ അല്ലേ, ഈ 3 കേസിലെയും ഫസ്റ്റിലത്തത് തമ്മിൽ കമ്പയർ ചെയ്യണം, ദെൻ സെക്കൻഡ് തമ്മിൽ കമ്പയർ ചെയ്യണം, തേർഡ് തമ്മിൽ കമ്പയർ ചെയ്യണം. ഓക്കെ, അതായത് W എന്ന് പറയുന്ന 23ാമത്തെ പൊസിഷൻ, ഇതിനോട് 3 കുറച്ച് കിട്ടുന്ന 20ാമത്തെ പൊസിഷനാണ് ഇവിടുത്തെ ഫസ്റ്റ് വരുന്നത്. ദെൻ ഇവിടുന്ന് 3 കുറയ്ക്കുന്ന 17ാമത്തെ പൊസിഷനാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും? 17ൽ നിന്ന് 3 കുറച്ചിട്ടുള്ള N ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റിലത്ത്. ഓക്കെ, ഇനി അടുത്ത് 2ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് F എത്രാമത്തെയാണ്? 6. ദെൻ ഇങ്ങോട്ട് നോക്കിയേ 7, ദെൻ അടുത്ത് 8. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 9ാമത്തെ I. ദെൻ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ലെറ്റർ B എന്ന് പറയുന്നത് 2ാമത്തെ പൊസിഷൻ, ദെൻ അടുത്ത് 4ാമത്തെ പൊസിഷൻ, പിന്നെ 7ാമത്തെ പൊസിഷൻ. നോക്കിയേ, ഇവിടുന്ന് 2 കൂട്ടിയപ്പം 4 കിട്ടി, 4ൽ നിന്ന് 3 കൂട്ടിയപ്പോൾ 7 കിട്ടി, 7ൽ നിന്ന് 4 കൂട്ടിയാൽ 11K കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ NIK, ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഓരോ വീഡിയോ വെച്ച് ഇടുന്നുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ.